രാജ്യത്തിന്റെ സോളാർ വിപ്ലവത്തിൽ കണ്ണൂർ ഒരുക്കുന്ന അത്ഭുത ലോകമാണ് പുതിയൊരു മാഗ്നറ്റ് ഹോട്ടൽ. മാസം ലക്ഷങ്ങൾ വൈദ്യുതി ബിൽ നൽകുന്ന സ്ഥാപനം. അവിടെയാണ് കണ്ണൂരിലെ ഏറ്റവും ജനപ്രിയ ബ്രാൻഡായ KV സോളാർ വെളിച്ച വിപ്ലവത്തിന്റെ പുതിയ ലോകം സൃഷ്ടിച്ചത്. കാർ പാർക്കിംഗ് ഏരിയ വരെ സോളാർ പാനലുകളാൽ തീർത്താണ് KV സോളാറും മാഗ്നറ്റും ഈ അത്ഭുത ലോകം സൃഷ്ടിച്ചിട്ടുള്ളത്. മാസം 4 ലക്ഷത്തിലധികം രൂപ വൈദ്യുതി ബിൽ. അതൊക്കെ പഴങ്കഥയാണ് ഇനി കണ്ണൂർ പുതിയ തെരുവിലെ മാഗ്നറ്റ് ഹോട്ടലിന്. സോളാർ വിപ്ലവത്തിന്റെ വഴിയെ ഒരു ഹോട്ടൽ ശൃംഖലയെ ആകെ നയിക്കുകയാണ് മാഗ്നറ്റ്. കണ്ണൂരിലെ ഏറ്റവും ജനകീയ സോളാർ ബ്രാൻഡായ KV സോളാറാണ് മാഗ്നറ്റിൽ ഈ സോളാർ വിസ്മയം ഒരുക്കിയത്. മറ്റേത് കമ്പനികൾ പറഞ്ഞതിലും മിതമായ നിരക്ക്, ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിയ ഡിസൈൻ. മാഗ്നറ്റിൽ KV സോളാറിന്റെ സേവനത്തെക്കുറിച്ച് MD KK രാധാകൃഷ്ണൻ. ഏകദേശം ഞങ്ങൾക്ക് 4-4.5 ലക്ഷം ഉറുപ്പിക ഒരു മാസം ഇലക്ട്രിക് ചാർജ് വരുന്നുണ്ടായിരുന്നു, ഇലക്ട്രിക് ബില്ല് വരുന്നുണ്ടായിരുന്നു. ആ ബില്ല് ഏകദേശം ഇതുകൊണ്ട് നമുക്കൊരു പകുതിയിൽ താഴെയായി മാറും എന്ന പ്രതീക്ഷ നമ്മൾക്കുള്ളത്. ആ രീതിയിലാണ് നമ്മളിതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ തന്നെ നമ്മളെ മറ്റ് പല കമ്പനികളായിട്ട് ടൈപ്പ് ആലോചിച്ചായിരുന്നു. അതിൽ KV സോളാർ നമ്മളുടെ എനർജി പാർട്ണർ എന്ന നിലയ്ക്ക് വളരെ നല്ല രീതിയിൽ മറ്റ് ഏത് പ്രോജക്റ്റിനേക്കാളും വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തു തന്നു. ഏകദേശം ഞങ്ങൾക്കൊരു പാർക്കിംഗ് ഫെസിലിറ്റി കൂടിയായി. ഞങ്ങളൊരു കാർ പാർക്കിംഗ് ഏരിയ പോലെ ഞങ്ങൾക്കത് ഡെവലപ്പ് ചെയ്തു തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിനേക്കാളും കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം കുറച്ചും കൂടി ക്യൂട്ടായി, കുറച്ചും കൂടി അട്രാക്റ്റീവായി കാണാൻ പറ്റുന്ന ആ രീതിയിൽ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. മൊത്തം ഞങ്ങളുടെ വർക്കിനെ സംബന്ധിച്ച് 100% ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് ചെയ്തിരിക്കുന്നത്. അത് മുതൽ സാമ്പത്തികമായി ഞങ്ങൾ പല കമ്പനികളെ എഗ്രിമെൻ്റ് ആക്കിയ ആ റേറ്റുകളിൽ മുമ്പ് പല കമ്പനികളെ സംസാരിച്ച് ഫൈനലായി ആയിട്ടുള്ള റേറ്റിനേക്കാളും കുറച്ചും കൂടി നെഗോഷ്യബിൾ റേറ്റിലാണ് ഞങ്ങൾക്ക് ഇത് ഏറ്റെടുത്ത് ചെയ്തു തന്നിരിക്കുന്നത്. മാഗ്നറ്റിലെ കാർ പാർക്കിങ്ങിനുമുണ്ട് പ്രത്യേകത. സോളാർ പാനലാണ് ഈ കാർ ഷെഡിന്റെ റൂഫ്. അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ വ്യാപകമായ ഈ രീതി കണ്ണൂരിൽ ആദ്യമെന്ന് മാഗ്നറ്റ് CEO VP സുശീൽ കുമാർ. ഇതാദ്യമായിട്ടാണ്. ഇത്രയും നല്ല ഭംഗിയായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്രയും കലാപരമായിട്ട് ഈ കാർ പോർച്ചിനെ മാറ്റിയതിൽ സത്യം പറഞ്ഞാൽ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ഈ KV സോളാർ ടീമിനെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. കാരണം എല്ലാവരും വന്നാൽ ചോദിക്കുന്നത് ഇതാരാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാരെന്ന് തന്നെ. ഞാൻ KV സോളാർ. അപ്പം എനിക്ക് തന്നെ പറയാൻ വേണ്ടി വളരെ അഭിമാനമുണ്ട്. ഞങ്ങൾ ആദ്യം ഇവിടെ എല്ലായിരുന്നു വെക്കാൻ ഉദ്ദേശിച്ചത്, വേറെ സൈഡിലായിരുന്നു. പക്ഷേ ഇത് ഇവരുടെ അഭിപ്രായ പ്രകാരമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാറ്റിയത്. അത് ഇത്രയും ഭംഗിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. താങ്ക് യു വെരി മച്ച്. 150 കിലോവാട്ട് സോളാർ പ്രൊജക്റ്റാണ് റെക്കോർഡ് വേഗത്തിൽ പുതിയൊരു മാഗ്നറ്റ് ഹോട്ടലിൽ KV സോളാർ യാഥാർത്ഥ്യമാക്കിയത്. ഈ ഹോട്ടലിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ഉതകും വിധത്തിലാണ് സോളാർ പ്ലാന്റ് ഒരുക്കിയത്. കഴിഞ്ഞ 30 വർഷത്തിലധികമായി കേരളത്തിലെ ജനങ്ങൾക്കൊപ്പമാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന പ്രസ്ഥാനം. അതിന് കീഴിലുള്ള കേരള വിഷൻ ഇന്ന് രാജ്യത്തെ തന്നെ പ്രമുഖ കമ്പനികൾ എടുത്താൽ അവയിൽ 5ാം സ്ഥാനത്താണ്. ബഹുമുഖ ബിസിനസ് സംഘടനയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നുണ്ട്. ഉപഭോക്താക്കളെ ചേർത്ത് നിർത്തിയാണ് ഈ എല്ലാ സംരംഭങ്ങളും സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് COA കണ്ണൂർ ജില്ലാ സെക്രട്ടറി MR രജീഷ്. നമ്മൾ കഴിഞ്ഞ 30 വർഷമായിട്ട് ചെറുകിട കേബിൾ TV മേഖലയിൽ വരികയും പിന്നീട് കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും വ്യാപിച്ച് ഒരു കമ്പനി രൂപീകരിക്കുകയും ചെയ്തു വരികയാണ്. അങ്ങനെയാണ് ഞങ്ങൾ കേരള വിഷനുമായി ബന്ധപ്പെട്ട ഇവിടെ പ്രവർത്തനം കേബിൾ TV ബ്രോഡ്ബാൻഡ് വിതരണ രംഗത്ത് വന്നത്. പിന്നീട് വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി മറ്റ് മേഖലകളിലേക്ക് കടക്കുക എന്ന ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ കണ്ണൂർ ജില്ലയിലെ സ്ഥാപനമായിട്ടുള്ള കണ്ണൂർ വിഷൻ ഇതിൻ്റെ ഒരു സബ്സിഡറി കമ്പനി രൂപീകരിക്കുകയും മറ്റ് മേഖലകൾ തേടിപ്പോവുകയും ചെയ്തത്. അവിടെയാണ് നമുക്ക് ആദ്യമായിട്ട് ഇത്തരം ഈ സോളാർ എന്നുള്ള ഒരു പ്രൊജക്റ്റ് സെൻട്രൽ ഗവൺമെൻറ് വ്യാപകമായ രീതിയിൽ അടുത്ത ഊർജ്ജ സംരംഭം എന്ന രീതിയിൽ വരുമ്പോൾ അത് ഏറ്റെടുത്ത് നടത്തുക എന്ന രീതിയിലേക്കാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നത്. അത് ഞങ്ങളെ കഴിഞ്ഞ 30 വർഷമായി ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും ലാഭകരമായ രീതിയിൽ ഏറ്റവും വില കുറച്ച് ലഭ്യമാക്കുന്ന രീതിയിലേക്ക് ഒരു ഇടപെടലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് നമ്മൾ കൊമേഴ്ഷ്യൽ പർപ്പസ് രീതിയിലേക്ക് കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിലേക്ക് വരികയും അങ്ങനെയാണ് മാഗ്നറ്റ് എന്ന ഈ ഹോട്ടലിലേക്ക് ഞങ്ങളുടെ ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് അതിനെ
കണ്ടെത്തിയിട്ടുള്ളത്. മുഴുവൻ രീതിയിൽ ഇൻഷുറൻസ് കവറേജ് ഈ പരിരക്ഷ നൽകുന്ന രീതിയിലൊരു പദ്ധതി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരുപക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും, വേറൊരു കമ്പനിയും അങ്ങനെ കൊണ്ടുവരാനുള്ള സാധ്യതയില്ല ഞങ്ങൾക്കാണ്. അത് ആദ്യമായിട്ട് കൊണ്ടുവന്നതിൻ്റെ ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. എല്ലാ വീടുകളിലും സോളാർ, എല്ലാ സ്ഥാപനങ്ങളിലും സോളാർ. സർക്കാരിന്റെ ലക്ഷ്യം അതാണ്. ആ ലക്ഷ്യം തന്നെയാണ് KV സോളാറിനെയും നയിക്കുന്നതെന്ന് MD KV വിനയകുമാർ. നമ്മുടെ എല്ലാ വീടുകളിലേക്കും സോളാർ, നമ്മുടെവരെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഉപഭോക്താക്കളുടെ വീടുകളിലേക്കും സോളാർ എത്തിക്കുക. ഗവൺമെൻറ്റുമായിട്ട് നമ്മളൊന്ന് സഹകരിക്കുക. ഗവൺമെൻറ് സബ്സിഡി കിട്ടുന്ന വിധത്തിൽ 3 kV മുതൽ 10 kV വരെ 78,000 രൂപ സബ്സിഡി ലഭിക്കുമ്പോൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ വീടുകളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിതിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വീടുകൾക്ക് 78,000 രൂപ വരെ സബ്സിഡിയിലാണ് സോളാർ പാനലുകൾ വെച്ച് നൽകുന്നത്. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ മറ്റാരും നൽകാത്ത സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയും KV സോളാർ നൽകുന്നുണ്ട്. ബിജേഷ് CLന്റെയും ശിവപ്രസാദിന്റെയും നേതൃത്വത്തിൽ കർമ്മനിരതമായ ടീമാണ് KV സോളാറിന്റെ കരുത്ത്. ആ പ്രവർത്തനത്തിന് പ്രൊജക്ട് മാനേജറായ ശിവപ്രസാദിനെ മാഗ്നറ്റ് MD KK രാധാകൃഷ്ണൻ ആദരിക്കുകയും ചെയ്തു. KK ഗ്രൂപ്പിന്റെ എല്ലാ വൻകിട സോളാർ പ്രൊജക്ടുകളും ഇനി KV സോളാറിന് സ്വന്തമായിരിക്കുമെന്ന പ്രഖ്യാപനം കൂടി MD KK രാധാകൃഷ്ണൻ നടത്തി. അതിശയിപ്പിക്കുന്ന തരത്തിൽ KV സോളാർ ഈ പ്രൊജക്ട് പൂർത്തിയാക്കിയതിന്റെ സാക്ഷ്യപത്രമായി ഈ പ്രഖ്യാപനം. എല്ലാ വീടുകളിലും സോളാർ, എല്ലാ സ്ഥാപനങ്ങളിലും സോളാർ. ഇതാണ് KV സോളാറിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പാണ് പുതിയതൊരു മാഗ്നറ്റ് ഹോട്ടലിൽ KV സോളാർ നടത്തിയിട്ടുള്ളത്. സോളാർ എനർജിയിലേക്ക് എല്ലാവരും മാറണമെന്നാണ് സർക്കാരിൻ്റെയും നിർദ്ദേശം. ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കുകയാണ് KV സോളാർ. പുതിയതൊരു മാഗ്നറ്റ് ഹോട്ടലിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.